എവിടെ അവൻ? സാറേ ഈ പാലങ്ങാട് അപ്പുറത്തൊരു കാടില്ലേ സാറേ, ആ കാടിനകത്ത് ഉണ്ടാവുമാര്. ആ കയറി. സാറേ എവിടെ നിർത്തി സാറേ? ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ഇനി അങ്ങോട്ടാണ്? ഇതൊരു കോന്തുരുത്താണ് സാറേ. എടാ മധു വന്നാൽ നിങ്ങൾ ആ വഴി വാ, ഞാൻ ഇവിടെ പോവാം. സാറേ ഞാനങ്ങോട്ട് വന്നോ, നമ്മളെ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പടവെക്കും സാറേ. നീ പേടിക്കണ്ട, ഞാൻ ഷോളേശ മുഖം എന്ന് പറഞ്ഞാൽ സാറേ ഇതാവുമാരെ വയ്ക്കാം. ഇവിടെ തന്നെ ഉണ്ട് സാറേ क्रिमिनल होंगे शायद. സാറേ മാരി देखो സാറേ ഞാൻ പടിയാണ് വേണ്ട സാറേ. ആ നീ വിട്ടോ. എന്താണ് സാറേ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. നീ വാ. അവനെ കിട്ടി കിട്ടി. यही था ना वो जिसको पहले मारा था उसने. हाँ इसने सब उसी को मार दिया उसने. राइड विद अ पुलिस ऑफिसर. One back. क्या है? नारियल है सर. ഫലഭൂയിഷ്ഠമായ കേരളത്തിന്റെ മണ്ണിൽ വളരുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഈ കായ തെങ്ങിൻകായ അഥവാ തേങ്ങ പലതരം അസുഖങ്ങൾക്കും ഒരു ഒന്നാം തരം ഒറ്റമൂലിയാണ്. എടുത്തു കഴിച്ചാട്ടെ, തേങ്ങാ പലഹാരമാ. കൊള്ളാം. തേങ്ങ കൊണ്ടുണ്ടാക്കിയല്ലേ, നല്ല ടേസ്റ്റ്. ഇത് തേങ്ങാ ബർഫി, അത് കുക്കി. ടിവിയിലെ പാചക പരിപാടി കണ്ടുണ്ടാക്കിയതാ. മോനത്തിന്റെ പിള്ളേർക്ക് വലിയ ഇഷ്ടാ. എനിക്ക് പിന്നെ ഈ പഞ്ചസാരയുടെ അസുഖം ഉള്ളത് കൊണ്ടേ ഞാനിതൊന്നും കഴിക്കുകയല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇതുവരെ ഷുഗറും പ്രശ്നം എനിക്കില്ല. വന്നോളൂ. എന്തുവാ അമ്മച്ചി, ഞാൻ വന്നതെന്നു വെച്ചാലേ ഇവിടെ കുഞ്ഞൂടെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത മാസം 15-ാം തീയതി കല്യാണം. ചെറുക്കൻ എന്നതാടാ പണി? പോലീസിലാ അമ്മച്ചി. പോലീസിലോ? സബ് ഇൻസ്പെക്ടറാ. ശരിയാ, കുടുംബത്തെ ഒരു സബ് ഇൻസ്പെക്ടർ ഉള്ളത് നമുക്കൊക്കെ ഒരു ഗമയാ. അപ്പൊ ആ ചെറുക്കന്റെ പേര് ബിജു. സബ് ഇൻസ്പെക്ടർ ബിജു, നല്ല പേര്. ശരിക്കുള്ള പേരെന്തുവാ? ഞാൻ എപ്പോഴും അതങ്ങ് മറന്നുപോകും. ബെനീറ്റ. എണീറ്റിട്ട് ബെനീറ്റ ഡൊമിനിക്. ബെനീറ്റ ഡൊമിനിക്. ഈ കല്യാണം വിളി ഏറ്റവും വലിയ ചടങ്ങ്. ചാച്ചനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടായിട്ട് അടുത്തൊരു കല്യാണ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാൻ മതിയായിരുന്നു. ഈ കുടിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന മുണ്ടക്കത്തെ അപ്പച്ചനാ ഫേസ്ബുക്ക്. ചാച്ചനെ അറിയാൻ പാടില്ലാണ്ടാണ് മുണ്ടക്കത്തെ അപ്പച്ചനെ ഇപ്പൊ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അല്ലേ ചേച്ചി? അതാണ്. അത് എനിക്ക് അതല്ല അതിശയം. എനിക്ക് പണ്ടൊരു പോലീസുകാരൻ ആലോചന വന്നതാ. എന്നിട്ടെന്താ കേട്ടാഞ്ഞേ? അയ്യോ, പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, അന്നത്തെ കാലത്തൊക്കെ ഈ പറയാ കൊണ്ണൊക്കെ ചൊമ്പിച്ച് പേടിയാവില്ലേ പോലീസ് എന്ന് പറഞ്ഞാ? പക്ഷെ നമ്മുടെ പേരൊരു മര്യാദക്കാരനാ, അവനെ കണ്ടറിയത്തില്ലേ? യോ നേരാ, അവനെ കണ്ടാൽ തന്നെ അറിയാം. എന്തൊരു പാവല്ലേ അവൻ. എങ്ങനെയാണോ ഈ ഗുണ്ടകളൊക്കെ ആയിട്ട്? ഗുണ്ടെന്നൊക്കെ പറഞ്ഞ നല്ല കിണ്ണം കാച്ചിയ ഗുണ്ട. മട്ടാഞ്ചേരി മാർട്ടിൻ ഭയങ്കര അരിശക്കാരനാ. സ്വന്തമായിട്ട് 10-26 കേസും. ഇന്ന് രാവിലെ ദേവര ജംഗ്ഷനിൽ ഇവന്റെ ബൈക്കിനടുത്ത് പാർക്ക് ചെയ്തതിന് ഇവൻ അരിശം വന്നു. ഒന്നും രണ്ടും പറഞ്ഞു പിച്ചാത്തിയെടുത്ത് മറ്റവന് കുത്തികിട്ടിയവൻ ഐസിയുലാണ്. ആള് രക്ഷപ്പെട്ടു. പക്ഷെ പാവപ്പെട്ടവനൊരു വൃക്ക പോയി. ഏത് ഒരു വൃക്ക പോയി. ഇവന്റെ അരിശം കാരണം, അതും എന്റെ സ്റ്റേഷൻ ലിമിറ്റ്. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു ഗുണ്ട മതി.
Action hero Action Biju. hero Biju. In the last 3-4 days, ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ബൈക്കിലെത്തി സ്ത്രീകളെ മാല പൊട്ടിക്കുന്ന കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും നിങ്ങൾ പിടിച്ചോ അതോ ഞാൻ ഇറങ്ങിയവന്മാരെ പിടിക്കണം? If you can't do it, you are not fit enough to put on this police uniform. സ്നാച്ചിങ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്താൽ യുവമാരെ പിടിക്കാം. കഴിഞ്ഞ 10 വർഷത്തെ സ്നാച്ചിങ് കേസ് പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് വെരിഫൈ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. SIമാർ എഫക്റ്റീവായി ആക്ഷൻ എടുക്കുക. CIമാരും ACPമാരും അത് പ്രോപ്പറായി മോണിറ്റർ ചെയ്യുക. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ് സാർ. ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ് സാർ. ഓവർ. P18 കോബ്ര. കോബ്ര SA-18 ആൻസറിങ്. ഗുഡ് മോർണിംഗ് സർ. 4 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 കേസുകൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. മൂന്നാമത്തെ കേസ് 15C അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 4ാമത്തെ കേസ് 118A KP ആക്ട് പ്രകാരമുള്ളതാണ് സർ. 72 ME പെറ്റി ഉണ്ട്, 14 GL പെറ്റി ഉണ്ട്, 8 വാറണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, 41 വാറണ്ട് പെൻഡിംഗ് ആണ്, 17 സമൻസ് സെർവ് ചെയ്തിട്ടുണ്ട്, 32 സമൻസ് പെൻഡിംഗ് ആണ്, 41 കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് സർ. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഓവർ. കേസുകൾ പെൻഡിംഗ് വെക്കാതെ പരമാവധി തീർക്കാൻ നോക്കുക. ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കുക. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. വിൽക്കോ സർ. ഓവർ. സ്റ്റേഷൻ പറയാം ഫസ്റ്റ്. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡേജിഡിയൻ സർ. കേസിനെ പെറ്റീഷൻ ആരും കൃത്യമായിട്ട് ജീവിതത്തിൽ എൻ്റർ ചെയ്യണം സാർ. ഒന്നും വിട്ടുപോകരുത് സാർ. നിർബൻ രാജാവേ, ഇന്നെന്താണ് ഡേ നൈറ്റ് സാർ? ഇവിടെ തന്നെ കാണണം സാർ. FIR അടിക്കാനുണ്ട്. FIR ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ശരി സാർ. മീന എവിടെ? മിനി സാർ. മിനിമോളല്ല, മിനിമോൻ. മിൻസാറെ വിളിക്കുന്നു. Yeah. अपनी टोपी भी नहीं लेके आया. ഇന്നും ലേറ്റ് ആണല്ലോ. ആ വെച്ച വാഴയ്ക്ക് ചെറിയൊരു നനയുണ്ടായിരുന്നു സാറേ. ഈ പടി പോയാലും ജീവിക്കട്ടെ സാറേ. വാഴക്കൃഷിക്കിടയ്ക്ക് ഈ പണി കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നെന്താണ് പണി? സാർ ഇന്നലെ കുറച്ച് പെറ്റീഷൻകാരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരെ എതിർഭാഗം വരുന്നുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ടോ? എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നോക്കിക്കോണം സാർ. ശരി. ഹലോ അപ്പച്ച. ആ ജോസൂട്ടി 3-4 വട്ടമായി കയറി ഇറങ്ങി നടക്കുന്നു. കേറ്ററിംഗ് അവനെ ഏൽപ്പിക്കേണ്ട അപ്പച്ച. ഭയങ്കര ചാർജാണ്. എൻ്റെ ഒരു കൂട്ടുകാരാണ്, ഞാൻ അവനോട് സംസാരിക്കട്ടെ. അവനോട് ആ ലീവിന്റെ കാര്യം. അതെ, അമ്മച്ചന്റെ ലീവിന്റെ കാര്യം എന്തായിരുന്നു ചോദിക്കുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമില്ലേ? ലീവ് അപ്ലൈ ചെയ്താൽ എത്ര ദിവസം കിട്ടും? ആ വേറൊന്നുമില്ല. എന്നാ പിന്നെ നീ സൗകര്യം പോലെ വിളിക്ക. ശരി അപ്പച്ച. ഹലോ ടൗണസേ, പട്ടിയെ വിട്ടോ. എന്ത് പ്രായമുള്ള കുട്ടിയാണ്? എന്താണ് പേര് കുട്ടിയുടെ? ആ എടാ സുബേറേ, നീ ആ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന ചെല്ലണം. അവിടെ ഒരു 12 വയസ്സായ പെൺകുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോള് വന്നു. നീ അവിടെ ചെന്ന് കാര്യം ഒന്ന് അന്വേഷിക്കും, എന്നിട്ട് വിളിച്ചു പറ. സാർ ഇന്നലെ ശമ്പളത്തിന്റെ പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ വരാൻ പറ. വരും. നിങ്ങൾ ഈ ഫ്ലൈ ഓവർസീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലേ? അതെ. എത്ര നാൾ ജോലി ചെയ്തു? 1.5 മാസം. അതിന്റെ ശമ്പളം തന്നില്ല എന്നല്ലേ? ഇല്ല, ആകെ 1000 രൂപ തന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഈ ഏജൻസിക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. വരാൻ പറയും. നിങ്ങൾ എത്ര നാൾ മുമ്പാണ് ജോലി നിർത്തിയത്? 3 ആഴ്ച മുമ്പ് കിട്ടത്. ചേർത്തലന്നാ വരുന്നത് സാർ. വണ്ടിക്കൂലി പോലും ഇല്ലാണ്ടായപ്പോഴാണ് നിർത്തിയത്. മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെന്ന് പരാതി വേണ്ടിയാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സാർ, കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാളത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ. സാർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം പറഞ്ഞിരുന്നു? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 1000 രൂപ അറ്റൻഷൻ ഉണ്ടല്ലേ?
ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നത്? നമുക്കത് കൊടുത്ത് സെറ്റ് ചെയ്തൂടെ? സാർ അതിൻ്റെ ഇടയ്ക്ക് സാർ അത് ചോദിച്ച് ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അപ്പോൾ അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല, എന്നിട്ട് ഞാൻ അയൽപ്പക്കത്ത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നുകൊണ്ടിരുന്നു ഇത്രയും നാൾ. എനിക്ക് അച്ഛനില്ല സാറേ, അമ്മയും +2 പഠിക്കുന്ന അനിയത്തിയും മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടില്ല സാർ. സാറേ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സാർ. കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ, പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 19 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോർട്ടിൽ മുപ്പോട്ട് വരും അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട കേസല്ലോ. മൊബൈലൊന്നും ഉടച്ച് മൊബൈലൊന്നും ഉടച്ച് നിങ്ങളുടെ മൊബൈൽ എനിക്ക് നിന്റെ ഓഫീസ് എവിടെയാണ്? നമ്മുടെ സ്റ്റേഷനിൽ പറ്റില്ലാണോ? അതെ സാർ. നിന്റെ ഓഫീസിൽ എന്തൊക്കെ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്? സാർ മാൻ പവർ കൺസൾട്ടൻസി സാർ. ആളുകളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ്. നീ കമ്പനിയുടെ ആരാണ്? സാർ ഞാൻ ഷിൻഡോ, മാനേജിംഗ് ഡയറക്ടറാണ് സാർ. ഇതാരാണ്? സ്റ്റഫൻ സാർ. നിന്റെ ഓഫീസിനകത്തുള്ള എല്ലാ ഡോക്യുമെന്റ്സും എനിക്കോട് കിട്ടണം 10 മിനിറ്റിനുള്ളിൽ. സാർ ഞാൻ നീ പോകണ്ട. സംസാരമില്ല. लाइन पे पहले सूट रूल रेगुलेशन है कि നമ്മുടെ ഷാള പോലീസ് എൻ്റെ ബ്രേക്കുംപാരം പോയി. ആരോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല, ഹെൽമെറ്റും ഇല്ല. നമ്പർ വിളി. इसकी हेयर स्टाइल देखो. എന്താണ് നിന്റെ പേര്? ശരത്താർ. നിന്റെ? സുജിത്ത്. വീട് എവിടെയാണ്? വീട് കുമ്പളങ്ങ. കുമ്പളങ്ങ എവിടെ? ഇല്ലിക്കാൻസിന് പടിഞ്ഞാറ്. എന്റെ പള്ളുരുത്തി വേളി. എന്താണ് പണി രണ്ടാൾക്കും? ടൈൽസിന്. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എൻ്റെ 12 മണിയാണ് സാർ. എൻ്റെ അച്ഛനും 12 മണിയാണ്. രണ്ടുപേരുടെ ലൈസൻസ് എന്തേ? സാറിൻ്റെ കൊടുത്തേക്കാണ്. ഏത് സാറിൻ്റെ? സാറിൻ്റെ അവിടെ ചെന്നു. ആ उसको याद ही नहीं है. നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്തിട്ടാ? ക്ലാമ്പ് പിടിഞ്ഞു. നിന്റെയോ? സ്ക്രൂ കേറി കറി എങ്ങോട്ടാണ് വരുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും നമ്പർ പ്ലേറ്റ് ഒരുമിച്ച് എന്ത് പറ്റിയെന്നുള്ളതാണ്. ഇവരുടെ പേരിലെ 1 മിനിറ്റ് ചാർജ് ചെയ്യണം. 2 ബൈക്ക് എടുത്ത് ബാക്കിലെ ചാണകപ്പൊടി ഇട്ടേക്ക്. എന്റെ മൂലിക്ക് മാറ്റി തന്മാരെ ഓടാ. लागे वो सारे पेपर. സാർ എല്ലാ പേപ്പേഴ്സും ഉണ്ട് സാർ. പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാർ കമ്പനി ആക്ട് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിക്കുന്ന കമ്പനി അല്ലേ? അതെ സാർ. അതിന് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടോ? അതിനെക്കുറിച്ച് അവന് ആദ്യമായിട്ട് കേൾക്കാൻ തന്നെ സാർ. ഒന്നും അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി MD എന്ന് പറഞ്ഞിരുന്നോളും നാട്ടുകാരെ മൂഞ്ചിക്കാൻ. എടാ ഇവരുടെ ഒരു അന്വേഷണം നടത്തണം. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയച്ചു നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക്. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം. സാർ ഈ ശമ്പളം കൊടുത്തോളാം സാർ. വേണ്ടടാ, നീ ശമ്പളം കൊടുക്കണ്ട. സാർ സാറിന്റെ കല്യാണം സാർ. നിന്റെ കല്യാണം മുടക്കട്ടടാ. പത്രക്കാരോട് ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുത്തു. അങ്ങനെ എന്റെ കല്യാണം മുടക്കട്ടെ, ആ പെണ്ണുങ്ങൾ രക്ഷപ്പെടട്ടെ. സാർ സാർ ഞാൻ ശമ്പളം കൊടുത്തു. 17 രൂപ ഞാൻ കൊടുത്തോളാം സാർ. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു കോടതി പോവാനല്ലേ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടാവും. എന്ത് തരം കൊട്ടേഷനും നമ്മൾ എടുക്കും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാ പോരെ? എടാ സെറ്റിലേക്ക് ഇപ്പൊ തന്നെ. डर गया बेचारा. ये कैसे डर रहे हो उससे?